ബർപ്പീസ് ട്രൈ ചെയ്തിട്ടില്ലാത്തവരാണോ നിങ്ങൾ? ട്രൈ ചെയ്തിട്ട് അയ്യോ ഇത് എന്നെ കൊണ്ട് പറ്റത്തില്ല, ഭയങ്കരമായിട്ട് എനിക്ക് ശ്വാസം മുട്ടും, അങ്ങനെ തോന്നിയിട്ടുള്ളവരാണ്. ഈസിയസ്റ്റ് മെത്തേഡിലുള്ള ഒരു ഫോമാറ്റാണ് ഞാനിപ്പോൾ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഇതിലും സിമ്പിളായിട്ട് ഒരു ഫോമാറ്റ് ഇല്ല. സുമോ സ്ക്വാട്ട് വെച്ചിട്ടാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. സുമോ സ്ക്വാട്ടിന്റെ ബേസിക് അലൈൻമെന്റ്സ് കാര്യങ്ങളും പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ സുമോ സ്ക്വാട്ട് പൊസിഷൻ, ഹാഫ് വേ ഇരിക്കാം. ഇവിടുന്ന് അപ്പർ ബോഡി കംപ്ലീറ്റ് ആയിട്ട് ഫോർവേഡ് കൊണ്ടുപോവുക. ഷോൾഡറിന് നേരെ താഴെ രണ്ട് കൈയും വയ്ക്കാം. ഒരു കാല് നേരെ ബാക്കിലേക്ക് കൊണ്ടുപോവാം. ഹിപ്പ് ഒരു കാരണവശാലും ഇങ്ങനെ പൊക്കി നിർത്തി കൊണ്ടുപോകാൻ പാടില്ല, സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം. സെയിം തന്നെ ഓപ്പോസിറ്റ് സൈഡിലെ കാല് സ്ട്രെയിറ്റ് വയ്ക്കാം. അഗൈൻ ആദ്യം ഏത് കാലാണോ ബാക്കിലേക്ക് വെച്ചത് ആ കാല് ഫോർവേഡ് എടുത്ത് വെക്കാം. വെക്കുമ്പോൾ കൈയുടെ നേരെ സൈഡിലായിട്ട് വേണം കാല് വരാനായിട്ട്. അതുപോലെ ഓപ്പോസിറ്റ് സൈഡ്. ഇതാദ്യം ചെയ്യുമ്പോൾ ഇങ്ങനെ വരണമെന്നില്ല. ഓരോ തവണ ചെയ്യുമ്പോഴും അത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. അതിൻ്റെ ഫുൾ വേർഷൻ എന്ന് പറയുന്നത് കൗണ്ട് ചെയ്ത് തന്നെ ചെയ്യാൻ നോക്കാം. ഇവിടുന്ന് 1 2 3 4 5 6 7 8. അപ്പോൾ ആദ്യം ചെയ്യുമ്പോഴത്തേക്കും ഈ ഓരോ കൗണ്ടും പറഞ്ഞ് തന്നെ ചെയ്യുക. വൺസ് അതൊരു ഫ്ലോയിലായി കഴിഞ്ഞതിന് ശേഷം രണ്ട് കൈയും ഒന്നിച്ച് വെക്കാം. കാല് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വെക്കുക. തിരിച്ച് എഴുന്നേൽക്കാം. ഒരു 10ന്റെ 3 സെറ്റൊക്കെ അടുപ്പിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് പതിയെ ചെയ്ത് ഓരോ ദിവസവും ചെയ്ത് എത്തിച്ച് കഴിയുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ ബർപ്പീസിലേക്ക് പോകാം. ഇതിനകത്തൊരു ജമ്പ് കൂടി ആക്ച്വലി പറഞ്ഞ എക്സ്ട്രാ ഉണ്ട്. ഇവിടെ നിന്ന് എഴുന്നേറ്റതിന് ശേഷം ഇവിടെ നിന്ന് ഒരു ജമ്പ്. ബർപ്പീസ് ചെയ്യുമ്പോൾ രണ്ട് കാലും സ്ട്രോങ്ങർ ആയിട്ട് വെച്ച് വേണം ബാക്കിലേക്ക് പോകാൻ. ഇങ്ങനെ വള്ളം പോലെ ഇട്ട് കൊടുക്കരുത്, സ്ട്രോങ്ങർ ആയിട്ട് വയ്ക്കുക. തിരിച്ച് കയ്യിലേക്ക് ബോഡി വെയിറ്റ് കൊണ്ടുവന്ന് കയറുക. ആൻഡ് ജമ്പ് ചെയ്യുന്ന ടൈമിൽ ചക്ക വെട്ടിയിട്ട പോലെ ഇങ്ങനെ ചാടരുത്. ടോയിൽ ഇറങ്ങുക, എഗെയിൻ ബാക്കിലേക്ക് പോവുക. ആൻഡ് ഫുൾ ഫോമാറ്റിൽ ഞാൻ ചെയ്തു പോവാണ്. ഇപ്പൊ ചെയ്ത രീതിയിലേക്ക് എത്താനായിട്ട് അത്യാവശ്യം സ്ട്രെങ്തും കാര്യങ്ങളൊക്കെ ഉള്ളവർക്കാണ് പറ്റുക. സോ ആ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാനായിട്ടുള്ള ബേസിക് അലൈൻമെന്റ് ചെയ്തിട്ടുള്ള ഈസി ആയിട്ടുള്ള സിമ്പിൾ മെത്തേഡാണ് ഞാൻ ആദ്യം കാണിച്ചത്. ഇതിൽ ഓൾമോസ്റ്റ് 3ഓളം വർക്ക്ഔട്ട് മൂവ്മെന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വർക്ക്ഔട്ട് ഫോമാണ്. സോ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഒറ്റയടിക്ക് പ്രോഗ്രസ് ചെയ്യാൻ നിൽക്കരുത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ വർക്ക്ഔട്ടിന്റെ അലൈൻമെന്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്ത് അതിൽ സ്ട്രെങ്ത് വെച്ച് ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി വന്നതിന് ശേഷം മാത്രമേ പ്രോഗ്രസീവ് ആയിട്ടുള്ള ലെവലിലേക്ക് ചെയ്യാവൂ. 90% ഓഫ് ആൾക്കാരും ഞാനിപ്പോൾ ചെയ്ത് കാണിച്ച ഫ്രണ്ട് വേർഷനിലുള്ള ബർപ്പീസ് ആണ് ചെയ്ത് കണ്ടിട്ടുള്ളത്. സോ നമ്മൾ ചെയ്ത സുമോ സ്ക്വാട്ട് വെച്ചിട്ടുള്ള ബർപ്പീസ് ആണ് ഒറിജിനൽ വേർഷൻ. അതിൻ്റെ മറ്റൊരു വേരിയേഷനാണ് ഫോർവേഡ് വെച്ചിട്ട് ചെയ്യുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആ സിംപിളസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ മാക്സിമം ചെയ്ത് ആ ഓരോന്നും ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പ്രോഗ്രസ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഫുൾ ഫോമിലേക്ക് വരാം. സോ ഓൾ ദി ബെസ്റ്റ്, ചെയ്ത് നോക്കാം.